ഇപ്പൊ നമ്മുടെ ഹേജനും സൻഹയും പോകാൻ പോകുന്ന പറഞ്ഞ് നമ്മുടെ ജോണും ഭയങ്കര അപ്സെറ്റ് ആണ്. അതുകൊണ്ട് തന്നെ അവൾ അടുത്ത ദിവസം ബ്രേക്ക്ഫാസ്റ്റ് പോലും കഴിക്കാതെയാണ് സ്കൂളിലേക്ക് പോകുന്നത്. ഇവളും ഇങ്ങനെ പെരുമാറുന്നുണ്ട് അവന്മാർക്ക് രണ്ടുപേർക്കും നല്ല സങ്കടമുണ്ട്. ഇപ്പൊ ഇവർ രണ്ടുപേരും പോകുന്ന വിവരം എല്ലാരും ഇങ്ങനെ അറിഞ്ഞാണ്. നമ്മുടെ ജയനും വന്നിട്ട് ജുവോണിനെ കണ്ടിട്ട് ചോദിക്കുന്നത്, നീ അവർ പോകുന്നതിന്റെ സങ്കടത്തിലാണോ? എന്റെ ചേച്ചിയും ഇങ്ങനെ പഠിക്കാനൊക്കെ പോയപ്പോ ഞാനും ഭയങ്കര സങ്കടത്തിലായിരുന്നു, ഇതൊക്കെ അങ്ങ് മാറിക്കോളും എന്നിങ്ങനെ അവളും പറയുന്നത്. ഇതും കേട്ടിട്ട് നമ്മുടെ ജുവോണും പറയുന്നത്, അവര് പോകുന്നതിന് ഞാൻ എന്തിനാ സങ്കടപ്പെടുന്നത്, ഞങ്ങൾ ഫാമിലി ഒന്നും അല്ലല്ലോ. അങ്ങനെ ലൈഫിൽ ആദ്യമായിട്ട് ഇവര് മൂന്നുപേരും ഒരു ഫാമിലി അല്ല എന്ന് നമ്മുടെ ജുവോൺ പറഞ്ഞിരിക്കുകയാണ്. ഇപ്പൊ സൻഹയും സോളിലേക്ക് പോകുന്ന വിവരം അറിഞ്ഞ് ഹേജു അവന്റെ അടുത്ത് വന്ന് സംസാരിക്കുന്നത്, നീ സോളിലേക്ക് പോകാനുള്ള ആപ്ലിക്കേഷൻ കൊടുത്ത വിവരമൊക്കെ ഞാൻ അറിഞ്ഞു, ഇനിയിപ്പോ നമുക്ക് അടുത്ത വർഷം മുതൽ അവിടെ ഒരുമിച്ച് കുറെ വർഷങ്ങൾക്ക് പഠിക്കാം. ഇതും കേട്ട് സൻഹയും ചോദിക്കുന്നത്, ഈ സ്കൂള് മുഴുവനും അറിയാം നിനക്ക് ഹേജിനെയാണ് ഇഷ്ടമെന്ന്. അപ്പൊ അവളും പറയും, ഞാൻ കേട്ടത് ഹേജിന് അങ്ങ് അമേരിക്ക പോകുന്ന അത്രയ്ക്ക് ഇങ്ങ് ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് കൺട്രോൾ ചെയ്യാനും വേണ്ടിട്ട് എന്നെ കൊണ്ട് പറ്റത്തില്ല. ഇപ്പൊ വീണ്ടും നമ്മുടെ സൻഹയും വളയ്ക്കാനും വേണ്ടിട്ട് അവള് ട്രൈ ചെയ്യുന്നത്. ഇത് കണ്ടിട്ട് അവനും ദേഷ്യം വന്ന് അവളെ ഇഗ്നോർ ചെയ്യുന്ന അവിടെ നിന്ന് പോകുന്നത്. അപ്പോഴാണ് ഇവനും നമ്മുടെ ഹേജിനെ കാണുന്നത്. അവനും ഒരു ഫുഡ് ഇങ്ങനെ കാണിച്ചിട്ട്, ബാ നമുക്കിത് കൊണ്ടുപോയി ജൂണിന് കൊണ്ടു കൊടുക്കാന്ന് പറയുമ്പോ, നീ തന്നെ പോയാൽ മതി എന്ന് സൻഹ പറയാണ്. അപ്പൊ നമ്മുടെ ഹേജിനും ഇവനെ തള്ളിക്കൊണ്ടുപോയിട്ട്, എന്തുവാടാ നിനക്ക് ഇത്രയ്ക്ക്, നിന്നെ കാണാനും വേണ്ടിട്ട് ഒറ്റയ്ക്ക് അവൾ സോള് വരെ വന്ന്, എന്നിട്ട് നിനക്ക് ഇപ്പൊ അവളുടെ ക്ലാസ് വരെ ഒന്ന് പോവാൻ വയ്യേ? നമ്മൾ രണ്ടുപേരും കൂടി ചെന്നാലേ അവളെ ഇച്ചിരിയെങ്കിലും ഒന്ന് ഹാപ്പി ആക്കാൻ പറ്റത്തുള്ളൂ. സോളിൽ ഒറ്റയ്ക്ക് ഇവനെ കാണാൻ ചെന്ന വിവരം ഇപ്പോഴാണ് നമ്മുടെ സൻഹ അറിയുന്നത്. ഇത് കേട്ട ഉടനെ തന്നെ, നീ ഇവിടെ നിൽക്ക്, ഞാൻ കൊണ്ടുപോയി കൊടുത്തോളാം എന്ന് പറഞ്ഞ് അവിടെ നിന്ന് അങ്ങ് പോന്ന്. പക്ഷെ നമ്മുടെ ദാല് പറഞ്ഞിട്ട് അവന് മനസ്സിലാക്കാണ് അവള് ജസ്റ്റ് 3 മിനിറ്റ് മുന്നേ വീട്ടിലേക്ക് പോയെന്ന്. എങ്കിൽ ശരി, ഇത് നീ ഒന്നെങ്കിൽ കഴിച്ചോ അല്ലെങ്കിൽ ഹേജിന് കൊടുത്തോ എന്ന് പറഞ്ഞ് ആ ഫുഡും അവിടെ കൊടുത്തിട്ട് അവനങ്ങ് പോന്നു അവിടെ നോടി. ദാലും ഇതവന് കൊടുക്കണോ വേണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ബോളും അവിടെ നിന്ന് ഇങ്ങനെ വരുന്നത്. അങ്ങനെ ഇത് അവള് കാണാതെ നിൽക്കുമ്പോ പെട്ടെന്ന് തന്നെ നമ്മുടെ ഹേജും വന്ന് അവളെ രക്ഷിക്കുകയാണ്. അങ്ങനെ ഇവർ രണ്ടുപേരും ആ ഫുഡും കഴിച്ചിരുന്ന് സംസാരിക്കുന്നുണ്ട്. അമേരിക്കയിലേക്ക് പോവുകയാണെന്ന് ഞാൻ അറിഞ്ഞു, എപ്പോഴാ പോകുന്നതെന്ന് നമ്മുടെ ദാലും ചോദിക്കുമ്പോ, നാളെ തന്നെ ഞാൻ ഇവിടുന്ന് പോകുന്ന ഹേജിനും പറയുകയാണ്. ഇത് കേട്ട് അവൾക്ക് സങ്കടം വരുന്നത്. നമ്മുടെ ഹേജിനും അവളുടെ അടുത്ത് ചോദിക്കുന്നത്, ഇനിയെങ്കിലും നിനക്ക് നിന്റെ മനസ്സിലുള്ളതൊന്നും തുറന്നു പറഞ്ഞൂടെ? ഇത് കേട്ടിട്ട് അവളെ ഞെട്ടിയിട്ട്, എന്ത് ഉദ്ദേശിച്ചേ എന്നിങ്ങനെ ചോദിക്കുമ്പോ, നിനക്ക് സൻഹയെടുത്തുള്ള ഇഷ്ടം അത് ഞാൻ തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും റിപ്ലൈ എന്നിങ്ങനെ ചോദിക്കുമ്പോ, അവൻ എന്തായാലും റിജക്ട് ചെയ്യത്തതേ ഉള്ളെന്ന് അവനും പറയും. അറ്റ്ലീസ്റ്റ് നീ തുറന്നെങ്കിലും പറഞ്ഞതുകൊണ്ട് നിനക്ക് ഇച്ചിരിയെങ്കിലും സമാധാനം കിട്ടും എന്ന് അവനും പറയുമ്പോഴാണ് നമ്മുടെ ദാൽ അവനോട് ചോദിക്കുന്നത്, എന്നെ കാണാൻ കൊള്ളത്തില്ലെന്ന്. അതാരാ നിന്നോട് പറഞ്ഞത്? നീ നല്ല സ്മാർട്ടാണ്, സ്വീറ്റ് ആണ്, പിന്നെ നിനക്ക് സീക്രട്ട് ഒക്കെ കീപ്പ് ചെയ്യാനും പറ്റും. പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നീ ഞങ്ങളുടെ അനിയത്തിയുടെ കൂട്ടുകാരിയാ, അപ്പൊ ഞങ്ങൾക്കും നീ അനിയത്തിയാണെന്ന് പറയും. ഇതും കേട്ടിട്ട് അവക്കും അങ്ങ് സങ്കടം വരുന്നത്. ഇപ്പൊ ഹേജിനും അവളുടെ അടുത്ത് ഹാപ്പി ആയിട്ടിരിക്കണം, അമ്മ കാരണമുള്ള സ്ട്രെസ്സില് ഫുഡൊന്നും കഴിക്കാതിരിക്കരുത് എന്നൊക്കെ പറഞ്ഞ് അവൾക്ക് ടാറ്റയും പറഞ്ഞ അവിടുന്ന് പോവുകയാണ്. അത്രയും നേരം അവൾ സങ്കടപ്പെട്ട് മാത്രം ഇരുന്നത്, ഇപ്പൊ അവൻ പോയി കഴിഞ്ഞ ഒറ്റ കരച്ചില് കരയാണ് അവള്. എന്റെ മനസ്സിലുള്ളത് എന്താണെന്ന് മനസ്സിലാക്കാതെ ഇങ്ങനെ എന്റെ മുന്നിൽ വന്ന് ചിരിച്ചു കാണിക്കുന്ന എന്തിനാ എന്നൊക്കെ ചോദിച്ച് അവള് സങ്കടപ്പെട്ട് കരഞ്ഞോണ്ടിരിക്കുന്ന അവിടെ. ഇപ്പൊ ഇതേ സമയം നമ്മുടെ സൻഹയാണെങ്കിൽ ജുവോണിനെയും തപ്പി നടക്കും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവൾ ഒരു കഫേയിൽ ഇരിക്കുന്ന കണ്ട് അങ്ങോട്ട് ചെന്ന് ജുവോൺ വാങ്ങിച്ചു വെച്ചിരിക്കുന്ന കേക്ക് എടുത്ത് കഴിക്കുന്നത്. ഇപ്പൊ നമ്മുടെ ജൂണും അവന്റെ അടുത്ത് പറയുന്നത്, എനിക്ക് അമ്മയില്ല, അമ്മയെ പറ്റിയിട്ടുള്ള കുറച്ച് ഓർമ്മ പോലും ഇല്ല, അമ്മയുടെ ഫോട്ടോ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. എല്ലാ നെയ്ബേഴ്സും അമ്മയില്ലാത്തത് കൊണ്ട് തന്നെ എന്നെ സങ്കടത്തിലായിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്. പക്ഷെ എന്നാ എനിക്കൊരു സങ്കടം തോന്നിയില്ല, കാരണം എനിക്ക് തുടക്കത്തിലെ അമ്മ ഇല്ലായിരുന്നല്ലോ. എന്റെ അച്ഛനാണ് എപ്പോഴും എന്റെ കൂടെ ഉണ്ടായിരുന്നത്. പിന്നീടാണ് നിങ്ങള് എന്റെ ലൈഫിലേക്ക് വന്നത്. 2 പേരിൽ നിന്നും 5 പേരായിട്ട് മാറി. നമ്മൾ 5 പേരും ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിച്ച് വീട്ടിലേക്ക് ചെല്ലുമ്പോ എപ്പോഴും ഒരു ആളനക്കവും ബഹളവും ഒക്കെ ഉണ്ടായിരുന്നു. സൻഹയും അവളുടെ കൈ പിടിച്ചിട്ട് പറയാണ്, ഞാൻ തിരിച്ചു വരുമ്പോ ഞാൻ നീ പറയുന്ന എന്തും ചെയ്യാമെന്ന്. അപ്പോഴാണ് ഇമോഷണൽ ആയിട്ട് നമ്മുടെ ജുവോണും അവന്റെ കൈ പിടിച്ചിട്ട് ചോദിക്കുന്നത്, നിനക്ക് പോവാതിരുന്നൂടെ എന്ന്. ഞാൻ നിന്നെ ഹോളിഡേയ്സിൽ കാണാനായിട്ട് വരാം, ഇനി അങ്ങനെ പറ്റിയില്ലെങ്കിൽ ഞാൻ എന്ന് നിന്നെ കോൾ ചെയ്യാം എന്നിങ്ങനെ പറയാണ്. അതിനെന്ത് കാര്യമുള്ളതെന്ന് അവളും ചോദിക്കുമ്പോ നമ്മുടെ സൻഹ അവളോട് പറയുന്നത്, ഞാൻ തിരിച്ചു വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും നിന്നെ വിട്ടിട്ട് പോകത്തില്ല എന്നാണ്. ഇത് കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തുന്ന ജുവോണിന് ഹേജിനാണെങ്കിൽ അവന്റെ പൈസ എല്ലാം എടുത്ത് കുറെ മുട്ടായൊക്കെ മേടിച്ച് അവൾക്ക് കൊടുക്കുന്നുണ്ട്. ഇത് മനസ്സിലാക്കി അവള് അവന്റെ റൂമിൽ ചെന്നിട്ട് അവന്റെ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വെക്കുകയാണ്. അവന് കൊടുക്കാതെ, എന്തായാലും നീ അമേരിക്കയിൽ പോവല്ലേ, അപ്പൊ ഇതിനൊന്നും ആവശ്യം വരത്തില്ലല്ലോ, ഇതെല്ലാം ഞാൻ വെച്ചോളാം എന്ന് പറയാണ്. കാരണം ഇതിനു വേണ്ടിയിട്ടെങ്കിലും അവൻ തിരിച്ചു വരുമല്ലോ എന്ന് കരുതിയിട്ടാണ് അവൾ ഇങ്ങനെ പറയുന്നത്. നീ പോയിട്ട് തിരിച്ചു വരുമല്ലോ എന്ന് അവൾ ചോദിക്കുമ്പോ, ഞാൻ തിരിച്ചു വരാതിരിക്കാനും വേണ്ടിയിട്ട് നീ പ്രാർത്ഥിച്ചാലും ഞാൻ തിരിച്ചു വരുമെന്നാണ് ഹേജൻ പറയുന്നത്. ഇപ്പൊ അടുത്ത ദിവസം നമ്മുടെ സൻഹയും ഹേജനും പോവുകയാണ്. അങ്ങനെ സൻഹയും അവന്റെ റൂമിൽ നിന്ന് എല്ലാ സാധനങ്ങളും പാക്ക് ചെയ്ത് നമ്മുടെ ഹേജിന്റെയും ജുവന്റെയും കൂടെ സ്പെൻഡ് ചെയ്ത അവന്റെ എല്ലാ നല്ല നിമിഷങ്ങളും മനസ്സിൽ ആലോചിക്കുന്നുണ്ട്. അങ്ങനെ സാഡായിട്ട് അവർ രണ്ടുപേരും ഇറങ്ങുകയാണ് വീട് വിട്ട്. ഇപ്പൊ ഇവരെ പറഞ്ഞു വിടാൻ വേണ്ടിട്ട് നമ്മുടെ ജുവോണും അങ്ങോട്ട് ഇറങ്ങി വരത്തില്ല. സൻഹയും ഇവളെ കാണാതെ സങ്കടത്തിൽ അവളെ കോൾ ചെയ്ത് നോക്കുന്നുണ്ടെങ്കിലും അവൾ കോൾ പോലും അറ്റൻഡ് ചെയ്യുന്നില്ല. ഹേജിനും നമ്മുടെ സൻഹയുടെ അച്ഛൻ കുറച്ച് പൈസ കൊടുക്കുന്നുണ്ട്. ഇത് കണ്ടിട്ട് സൻഹയും ചോദിക്കുന്ന, അച്ഛാ എനിക്ക് പൈസ ഒന്നും തരുന്നില്ലേ? ഇത് കേട്ടിട്ട് അച്ഛനും, നീ സോളിലോട്ടല്ലേ പോകുന്നത്, പക്ഷെ ഇവൻ അമേരിക്കയിലോട്ടാ പോകുന്നത്, നിനക്ക് എന്തിനാടാ പൈസ എന്നൊക്കെ
ചോദിച്ച് അങ്ങനെ രണ്ടച്ഛന്മാരും ഇവർ രണ്ടുപേരെയും യാത്രയാക്കുന്നു. നമ്മുടെ ജൂണും ഇതൊക്കെ ദൂരെ നിന്ന് മാത്രം കണ്ട് സങ്കടപ്പെട്ട് കരയുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ അച്ഛനും അവൾക്ക് ഫുഡ് കൊടുക്കാൻ നേരം ഇവള് കഴിച്ചോണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ഹേജിനെയും സൻഹയും പറ്റിയിട്ട് ആലോചിച്ച് ഇരുന്ന് കരയുകയാണ്. ഇത് കണ്ടിട്ട് അച്ഛനും ചോദിക്കുന്നത്, കണ്ടോ നീ ഇപ്പൊ തന്നെ അത് റിഗ്രറ്റ് ചെയ്യാൻ തുടങ്ങി, നീ അങ്ങോട്ട് താഴോട്ട് ഇറങ്ങി വരാതിരുന്നത്. പക്ഷെ അവളും കരഞ്ഞോണ്ട് പറയുന്നത്, ഞാൻ താഴെ ഇറങ്ങി വന്ന് അവർക്ക് ബായ് പറഞ്ഞായിരുന്നെങ്കിൽ അവർ യഥാർത്ഥത്തിൽ എന്നെ വിട്ടു പോകുന്ന പോലെ ഒരു ഫീലിംഗ് എനിക്ക് വരുമായിരുന്നു എന്നിങ്ങനെ പറഞ്ഞ് അവളും കരഞ്ഞോണ്ടിരിക്കുമ്പോ അച്ഛൻ അവളെ സമാധാനപ്പെടുത്തുകയാണ്. ജുവോണിന്റെ അച്ഛനും സൻഹയുടെ അച്ഛനും ജുവോണിനും ഇവർ രണ്ടുപേരും പോയതിൽ നല്ല വിഷമമുണ്ട്. ഇവരുടെ ഫാമിലി ഗ്രൂപ്പില് അവന്മാരുടെ മെസ്സേജ് വരുമ്പോഴാണ് ചെറുതായിട്ടൊരു സന്തോഷമെങ്കിലും അവരുടെ മനസ്സിലേക്ക് വരുന്നത്. ഇപ്പൊ 2014 ഏപ്രിൽ 4 നമ്മുടെ ജൂൺ അവളുടെ 18ാമത്തെ വയസ്സിലെ ബർത്ത്ഡേ അവളുടെ രണ്ടച്ഛന്മാരുമായിട്ട് ആഘോഷിക്കുകയാണ്. ഇവർ രണ്ടുപേരും അവൾക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്. നമ്മുടെ പയ്യന്മാർ അയച്ചു കൊടുത്ത ഗിഫ്റ്റും അവൾക്ക് കൊടുക്കുന്നുണ്ട്. ആദ്യമേ സൻഹ വീഡിയോ കോളിൽ വിളിച്ച് അവളെ വിഷ് ചെയ്യുകയും പിന്നീട് ഹേജുൻ വീഡിയോ കോൾ വിളിച്ച് അവളെ വിഷ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇപ്പൊ വർഷം മാറിയിരിക്കുകയാണ്. 2016 നമ്മുടെ ജുവോന്റെ ഗ്രാജുവേഷൻ കഴിഞ്ഞിരിക്കുന്നു. അതിന്റെ സെലിബ്രേഷൻ ആണ്. അവിടെയും അവളുടെ അച്ഛന്മാരുമായിട്ടാണ് ഇത് ആഘോഷിക്കുന്നത്. ഈ വട്ടം സൻഹയും ഹേജിനും അവൾക്ക് മെസ്സേജ് അയച്ചിട്ട് കൺഗ്രാറ്റ്സ് പറയുകയാണ്. അങ്ങനെ വീണ്ടും ഏപ്രിൽ 4 നമ്മുടെ ജുവോന്റെ 20ാമത്തെ ജന്മദിനം. എപ്പോഴത്തെയും പോലെ തന്നെ അവർ രണ്ടുപേരും വീഡിയോ കോൾ വിളിച്ച് അവളെ വിഷ് ചെയ്യുകയാണ്. വീണ്ടും 2 വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ ജുവോൺ 22ാം ബർത്ത്ഡേ ആഘോഷിക്കുമ്പോൾ എല്ലാ വട്ടത്തെയും പോലെ അവളുടെ അച്ഛന്മാരുമായിട്ടാണ്. പക്ഷെ ഇന്ന് ഈ വട്ടം നമ്മുടെ സൻഹയും ഹേജിനും അവൾക്ക് മെസ്സേജ് അയച്ചിട്ടാണ് വിഷ് ചെയ്യുന്നത്. കഴിഞ്ഞ വർഷങ്ങളിലുണ്ടായിരുന്ന ആ പുഞ്ചിരി അവളുടെ മുഖത്തിപ്പോ കാണുന്നില്ല. കുറച്ച് സാഡ് ആണ് ആള്. ഇപ്പൊ 26 വയസ്സിന്റെ ബർത്ത്ഡേക്കും ഇവർ രണ്ടുപേരും വിഷ് ചെയ്യുകയാണ്. സൻഹ പറയുന്നുണ്ട്, സോറി ജുവോൺ, ഞങ്ങൾ കുറച്ച് ബിസി ആയി പോയി, ഹാപ്പി ബർത്ത്ഡേ, പിന്നെ അടുത്ത വർഷം അവിടെ എത്താൻ വേണ്ടിട്ട് നോക്കാമെന്ന് പറയുകയാണ്. അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി. ഇപ്പോ വർഷം 2023 നമ്മുടെ ജുവോൺ ഇപ്പോ ഒരു ബേക്കറി ഓണറാണ്. ഇപ്പൊ നമ്മുടെ ജുവോന്റെ അച്ഛനും അവളെ വിളിച്ചിട്ട് ചോദിക്കുന്നത്, ഈ വട്ടത്തെ നിന്റെ ബർത്ത്ഡേക്ക് എന്താണ് പ്ലാൻ, രാവിലെ വരുവോ അതോ വൈകുന്നേരം വരുവോ? ഇത് കേട്ടിട്ട് അവളുടെ ബർത്ത്ഡേ ഈ ആഴ്ചയാണെന്ന് പോലും മനസ്സിലാക്കാതെ, ഓ എന്റെ ബർത്ത്ഡേ ഈ ആഴ്ച ആയിരുന്നല്ലേ. അച്ഛനും തേഴ്സ്ഡേ ആണെന്ന് പറയുമ്പോ, എന്തായാലും എനിക്ക് തേഴ്സ്ഡേ കഴിഞ്ഞ് ശനിയാഴ്ച പോലും വരാൻ പറ്റത്തില്ല, നമുക്ക് നെക്സ്റ്റ് മൺഡേ ആക്കാമെന്ന് പറയുകയാണ്. എന്നിട്ട് അവളും അവളുടെ ബേക്കറിയിലേക്ക് വേണ്ടി ചെറി കളക്ട് ചെയ്യാനും വേണ്ടിട്ട് പോകും. ഇപ്പൊ വർഷങ്ങൾക്ക് ശേഷമുള്ള നമ്മുടെ ദാലിനെ കാണിക്കുകയാണ്. അവൾ അവളുടെ അമ്മയുടെ ആഗ്രഹപ്രകാരം ഒരു ലോയർ ആയിരിക്കുകയാണ്. നമ്മുടെ ജുവോണും ദാലും ഒരുമിച്ചാണ് താമസം. ഇപ്പൊ അവളും ജുവോണിനെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, ഞാൻ ഇന്ന് ചിലപ്പോ നേരത്തെ വർക്ക് കഴിഞ്ഞ് വരും, അങ്ങനെയാണെങ്കിൽ ലഞ്ച് കഴിച്ച ശേഷം ഞാൻ നിന്റെ ബേക്കറിയിലേക്ക് വരാമെന്ന് പറയുകയാണ്. പക്ഷെ ജുവോണും അവിടെ ഇല്ലാത്തത് കൊണ്ട് തന്നെ, നിന്റെ കയ്യിൽ കീ ഇല്ലേ, ഞാൻ ഇനി വരാൻ ലേറ്റ് ആയി കഴിഞ്ഞാൽ നീ അത് യൂസ് ചെയ്ത് കയറി എന്നെ അവിടെ വെയിറ്റ് ചെയ്തിരിക്കണം എന്ന് പറയാണ്. നമ്മുടെ ദാലും പറയുന്നത്, ആ പിന്നെ ഓപ്പോസിറ്റ് കടയുടെ ആള് പറഞ്ഞിരുന്നു 2 ദിവസമായിട്ട് നിന്റെ ബേക്കറിക്ക് ചുറ്റും ഏതോ ഒരാള് ഭയങ്കര സംശയാസ്പദമായിട്ട് കറങ്ങി നടപ്പുണ്ടെന്ന്, ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ എന്നിങ്ങനെ പറയുമ്പോ, നമ്മുടെ ബേക്കറിയിൽ അതിനെ അടിച്ചു മാറ്റത്തക്ക സംഭവങ്ങളൊന്നും ഇല്ല, എന്തായാലും ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞ അവള് കോള് കട്ട് ചെയ്യുകയാണ്. ഇതേ സമയം പയ്യെ ഒരാള് ജുവോന്റെ ബേക്കറിക്കുള്ളിൽ കടക്കുന്നതും കാണിക്കുന്നുണ്ട്. ഇപ്പൊ വർഷങ്ങൾക്ക് ശേഷമുള്ള നമ്മുടെ സൻഹയെ കാണിക്കുകയാണ്. അവൻ എവിടേക്കോ പോവുകയാണ്. ഇപ്പൊ ജുവോണും അവളുടെ ബേക്കറിയിലേക്ക് തിരിച്ചു വരുമ്പോഴാണ് ആ ഡോറ് ഓപ്പൺ ആയിട്ട് കിടക്കുന്ന കാണുന്നതും അവൾ ചെറുതായിട്ടൊന്ന് ഞെട്ടുന്നതും, ഡോറ് ഞാൻ ലോക്ക് ചെയ്തിട്ടാണല്ലോ പോയത്, പിന്നെന്ത് പറ്റി എന്നിങ്ങനെ ചിന്തിച്ച് അവളും ചെന്ന് ലൈറ്റ് ഇടുമ്പോഴാണ് പെട്ടെന്ന് ഒരു ഗ്ലാസ് താഴെ വീഴുന്നത്. അങ്ങനെ അവിടെ ആളുണ്ടെന്ന് മനസ്സിലാക്കി പെട്ടെന്ന് തന്നെ നമ്മുടെ ജുവോണും പറയുന്നത്, ഇപ്പൊ ഏത് കസ്റ്റമറാ കാശായിട്ട് പേ ചെയ്യുന്നത്, എല്ലാവരും ഇപ്പൊ കാർഡാ യൂസ് ചെയ്യുന്നത്, അതുകൊണ്ട് ഇവിടെങ്ങും പൈസ ഒന്നും ഇല്ലല്ലോ. അങ്ങനെ ഒളിച്ചിരിക്കുന്ന ആളും പെട്ടെന്ന് തന്നെ അവിടുന്ന് ഓടാനും വേണ്ടിട്ട് ശ്രമിക്കുകയാണ്. ഇവളും കളക്ട് ചെയ്തോണ്ട് വന്ന ചെറിയെല്ലാം താഴെ ഇടുന്നുണ്ടെങ്കിലും അയാളും വീണ്ടും രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതുകൊണ്ട് ഓടിപ്പോയി അടിക്കുകയാണ് അവള്. അങ്ങനെ അയാൾ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിന്റെ ഇടയിലാണ് നമ്മുടെ ജുവോണിന് ഒരടി കിട്ടുന്നത്. ഇത് കിട്ടിക്കഴിയുമ്പോ, എടാ നിനക്ക് വേണമെങ്കിൽ പൈസ മോഷ്ടിക്കണമെങ്കിൽ മിണ്ടാതെ വന്ന് മോഷ്ടിച്ചോണ്ട് പോയിക്കൂടെ, മനുഷ്യനെ അടിക്കുന്നോടാ എന്നിങ്ങനെ പറഞ്ഞ അവനെ എടുത്തിട്ട് പൊട്ടിക്കുന്ന ഇവള്. അങ്ങനെ അടി ചെന്ന് അവസാനിക്കുന്നത് പോലീസ് സ്റ്റേഷനിലാണ്. പക്ഷെ എന്തൊക്കെ ചെയ്തിട്ടും ഇയാളാണെങ്കിൽ അയാളുടെ മുഖം കാണിക്കാൻ റെഡിയാവുന്നതേ ഇല്ല. എന്തായാലും നിന്റെ മുഖം ഞാൻ കാണേണ്ടി വരും, നീയെ കളിച്ച ആള് മാറിപ്പോയടാ, എന്റെ സ്വഭാവം നിനക്ക് അറിഞ്ഞൂടാ എന്നൊക്കെ നമ്മുടെ ജുവോണും സൈഡിൽ ഇരുന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഈ സമയമാണ് നമ്മുടെ അച്ഛന്മാരും അവിടെ കയറി വരുന്നത്. ആ പോലീസ് ഓഫീസറും നമ്മുടെ സൻഹയുടെ അച്ഛനെ കണ്ടിട്ട്, ഓ സാറേ നിങ്ങളുടെ മോളാണോ ഇത് എന്നിങ്ങനെ ചോദിക്കും. എന്റെ മോളല്ല, അതാ ഇയാളുടെ മോളാ, എനിക്കും ഇവള് മോളെ പോലെയാ എന്നിങ്ങനെ പറയും. ഇപ്പൊ നമ്മുടെ ജുവോന്റെ അച്ഛനും ചോദിക്കുന്നത്, മോളെ നിനക്ക് എന്തെങ്കിലും പറ്റിയോ, ഇവൻ എന്തെങ്കിലും ചെയ്തു നിന്നെ എന്നിങ്ങനെ ചോദിക്കുമ്പോ അവളും കരഞ്ഞോണ്ട് പറയുന്നത്, അച്ഛാ ഇവൻ എന്നെ അടിച്ചു. ഇത് കേട്ട നമ്മുടെ അച്ഛനാണെങ്കിൽ, എടാ എന്ത് ധൈര്യം ഉണ്ടായിട്ടാടാ നീ എന്റെ കൊച്ചിനെ അടിച്ചത് എന്നിങ്ങനെ പറഞ്ഞ അവനെ എടുത്തിട്ട് പൊട്ടിക്കും. ഞാൻ മനഃപൂർവ്വം അടിച്ചതല്ല, അടി പറ്റിപ്പോയത് എന്നിങ്ങനെ അയാൾ ഓടിരുന്ന് പറഞ്ഞോണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ അച്ഛനും പിടിച്ചു നോക്കുന്നത്. അപ്പോഴാണ് ഈ ഫേസ് കണ്ട് അവർ 3 പേര് ഷോക്കായിട്ട് നിൽക്കുന്നത്. നമ്മുടെ ഹേജില് സങ്കടത്തില് അച്ഛന്നിങ്ങനെ വിളിക്കുമ്പോ ഇത് കേട്ട ആ പോലീസ് ഓഫീസർ ഷോക്കായിട്ടിരിക്കുന്നത്. നമ്മുടെ സൻഹയുടെ അച്ഛനെ കണ്ടിട്ട് ഇവനും ചെന്ന് അങ്കിള് എന്ന് പറഞ്ഞ് ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കാണ്. എടാ ഹേജിനെ നീ ഇങ്ങോട്ട് വന്നെങ്കിൽ നീ എന്താ വീട്ടിലോട്ട് വരാൻ ആദ്യമേ? ഇത് കണ്ടിട്ട് പോലീസിനും ഭയങ്കര ഡൗട്ടായിട്ട്, സാറേ ഇത് നിങ്ങളുടെ ആരാ എന്നിങ്ങനെ ചോദിക്കുമ്പോ, ആ ഇത് എനിക്ക് എന്റെ മോനെ പോലെ
എന്നിങ്ങനെ പറയും. ഈ പയ്യൻ മോനെ പോലെയും ഈ കൊച്ചു മോളെ പോലെയും ആണെങ്കിൽ ഇവർ രണ്ടൊരു സിബ്ലിങ്സ് അല്ലേ, നിങ്ങൾ ഫാമിലി ആണെങ്കിൽ നമുക്ക് ഈ കാര്യം സംസാരിച്ചു തീർക്കാമെന്നിങ്ങനെ പറയുമ്പോഴാണ് പെട്ടെന്ന് തന്നെ നമ്മുടെ ജൂണും പറയുന്നത് ഞങ്ങൾ ഫാമിലി അല്ല എന്ന്. എന്നിട്ട് അവളും അവനോട് ഒരു എക്സ്പ്രഷനും ഇല്ലാതെ നിനക്ക് എന്നെ അറിയാവോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. ഇപ്പൊ അടുത്ത രംഗത്തില് നമ്മുടെ സൻഹ ആണെങ്കിൽ ജുവോന്റെ ബേക്കറിയുടെ ഫ്രണ്ടിൽ നിൽക്കുന്നതും കാണിക്കുന്നുണ്ട്. അവനും അകത്ത് കയറുമ്പോഴാണ് അവിടെ ഫുള്ള് അലങ്കോലമായിട്ട് കിടക്കുന്നതൊക്കെ കാണുന്നതും അവനും ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്. ഇപ്പൊ ഇതേ സമയം പോലീസ് സ്റ്റേഷനിലാണെങ്കിൽ നമ്മുടെ ജുവോണ് ഹേജന്റെ നേരെ കേസ് എടുക്കാനും വേണ്ടി റെഡി ആയിട്ടിരിക്കുകയാണ്. പക്ഷെ ഞാനൊന്ന് മോഷ്ടിക്കാൻ വേണ്ടിട്ടല്ല അവിടെ കയറിയത് എന്നിങ്ങനെ ഹേജനും പറയുമ്പോ നീ എന്നെ തല്ലുകയും ചെയ്തില്ലേടാ എന്നിങ്ങനെ അവളും ചോദിക്കുന്നു. നീയല്ലേ എന്നെ കൂടുതൽ അടിച്ചത് എന്നിങ്ങനെ അവനും സങ്കടത്തിൽ ചോദിക്കാണ്. ഇത് കേട്ട് അച്ഛന്മാർ രണ്ടുപേരും കൂടെ അവനെ നോക്കാൻ പോന്ന്. എന്തോ മോനെ നിന്നെ ഇവിടെ അടിച്ചെന്നോ? ഇത് കേട്ട് നമ്മുടെ ജുവോണിനും ദേഷ്യം വന്നിട്ട് നിങ്ങൾ എന്റെ സൈഡിലാണോ അതോ അവന്റെ സൈഡിലാണോ എന്നിങ്ങനെ ചോദിക്കും. അപ്പോഴാണ് പെട്ടെന്ന് സൻഹയും അവിടുന്ന് ഓടി വരുന്നത്. സൻഹയും കണ്ട് ഇവര് 4 പേര് ഷോക്കായിട്ട് നിൽക്കുന്ന അവനെ ഓടി വന്ന് നമ്മുടെ ജുവോണിനോട് നിനക്ക് എന്തെങ്കിലും പറ്റിയോ, നീ ഓക്കെ അല്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോ അവൾ അവനെ ഇഗ്നോർ ചെയ്തുകൊണ്ട് ആ ഞാൻ ഓക്കെ എന്നിങ്ങനെ മാത്രം പറയുകയാണ്. അവനും അങ്കിളിനെയും അച്ഛനെയും കണ്ടിട്ട് ഹായ് പറയുകയാണ്. ഹേജിനെ കണ്ടിട്ട് എടാ നീ എന്തോടാ ഇവിടെ ചെയ്യുന്നേ എന്നിങ്ങനെ ചോദിക്കുമ്പോഴാണ് പോലീസ് ഓഫീസർ ടോട്ടലി കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്നത്. കാരണം ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുകയാണെന്ന് അയാൾക്ക് പോലും ഒരു പിടിയില്ല. അപ്പൊ സൻഹയും ജുവോണുമായിട്ടുള്ള ബന്ധം എന്താ, നിങ്ങളൊരു ഫാമിലി ആണോ എന്നിങ്ങനെ ചോദിക്കും. അപ്പോഴാണ് നമ്മുടെ ജുവോണും പറയുന്നത് അല്ല ഞങ്ങള് ഫാമിലി അല്ല, ഞങ്ങള് ജസ്റ്റ് കുറച്ച് വർഷങ്ങൾ ഒരുമിച്ച് താമസിച്ചെന്നേ ഉള്ളൂ. ഈ കഴിഞ്ഞ 10 വർഷമായിട്ട് ഒന്ന് കണ്ടിട്ടുകൂടിയില്ല, അതിന്റെ അർത്ഥം ഞങ്ങൾ സ്ട്രേഞ്ചേഴ്സ് ആണെന്നല്ലേ. അങ്ങനെ സ്റ്റേഷന് പുറത്തിറങ്ങുമ്പോൾ നമ്മുടെ ജുവോണിനോട് അവളുടെ അച്ഛൻ പറയുന്നുണ്ട് എനിക്കറിയാം നിനക്ക് അവളോട് ദേഷ്യം ഉണ്ടെന്ന്, പക്ഷെ എന്നാലും നീ അങ്ങനെ എന്തിനാ പറഞ്ഞത്, അതെന്തുകൊണ്ടാ ഞാൻ അങ്ങനെ പറഞ്ഞുകൂടാത്തതെന്ന് അവളും ചോദിക്കുന്നു. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ എന്നിങ്ങനെ പറഞ്ഞാൽ അവരെടുത്തും അവൾ ചോദിക്കുന്നത് 10 വർഷത്തിന് ഒരു വട്ടമെങ്കിലും നിങ്ങളെ ഞങ്ങളെ ഒന്ന് കാണാൻ വന്നോ, ദാ കണ്ടോ ഇവർ രണ്ടുപേരും ഇപ്പൊ പ്രായമായി, ഇതാ കുറെ നരച്ച മുടികളൊക്കെ വരാൻ തുടങ്ങി. ഇത് കേട്ട് നമ്മുടെ സുന്ദരൻ അച്ഛന്മാരും പറയുന്നത് എന്തോടി നീ പറയുന്നത്, ഞങ്ങൾക്ക് നല്ല മുടിയൊക്കെ ഉണ്ട്, നോക്ക് നരച്ച മുടിയെക്കാളിലും കറുത്ത മുടി തന്നെ കൂടുതലുള്ളത് എന്നിങ്ങനെ പറയും. സൻഹയും പറയുന്നത് ഞാൻ നിന്നെ ഡെയിലി വിളിച്ചു പക്ഷെ നീ കോൾ അറ്റൻഡ് ചെയ്തില്ല. അപ്പോഴാണ് ജുവോൺ ഹേജിനെ നോക്കുന്നത്. വിളിക്കുന്ന കാര്യം ഒന്ന് വിട്ടുകളാ, നീ ഞങ്ങൾക്ക് മെസ്സേജ് അയച്ചിട്ട് തന്നെ എത്ര വർഷമായി എന്നിങ്ങനെ ചോദിക്കുകയാണ് ഹേജിനോട് അവള്. അപ്പോഴാണ് അവനും പറയുന്നത് ഞാൻ കഴിഞ്ഞ ആഴ്ചയാണ് മിലിറ്ററിന്ന് ഡിസ്ചാർജ് ആയത്, എനിക്ക് ഇതുവരെ ഒരു ഫോണില്ല എന്ന്. ഇതും കേട്ട് അച്ഛന്മാർ രണ്ടുപേരും ഷോക്കായിട്ട് നിൽക്കുന്നു. ഈ കഴിഞ്ഞ ആഴ്ച തന്നെ ഞാൻ കുറച്ച് തവണ നമ്മുടെ റെസ്റ്റോറന്റിൽ വന്നിരുന്നു, എന്നിട്ട് അച്ഛനെ ദൂരെ നിന്ന് കണ്ടു, പക്ഷേ അടുത്ത് വന്ന് സംസാരിക്കാനായിട്ട് എനിക്കൊരു പേടിയുണ്ടായിരുന്നു. കാരണം ഞാൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഗ്രാജുവേറ്റ് ചെയ്തില്ല, അത് മാത്രമല്ല ബാസ്കറ്റ് ബോൾ ക്വിറ്റും ചെയ്തു. ഇതൊക്കെ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് എനിക്ക് അറിയാത്തത് കൊണ്ടാണ് ഞാൻ അങ്ങോട്ട് സംസാരിക്കാനായിട്ട് വരാതിരുന്നത് എന്നിങ്ങനെ ഹേജനും പറയുന്നത്. എങ്കിൽ ശരി നമുക്കിനി ഇപ്പൊ വീട്ടിൽ പോയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ സംസാരിക്കാമെന്ന് പറഞ്ഞ അച്ഛന്മാരും ഇവർ 3 പേരെയും വീട്ടിലേക്ക് വിളിക്കുകയാണ്. ജുവോണും പറയുന്നത് ഇല്ല എനിക്ക് കടയിലേക്ക് പോകണമെന്നും. ഇത് കേട്ട് നമ്മുടെ ഹേജനും അതെന്താ നമുക്ക് ഒരുമിച്ച് പോകാമെന്നിങ്ങനെ പറയാണ്. സൻഹയും പറയുന്നത് ആരെയോ കാരണം ഇപ്പൊ അവളുടെ കട മുഴുവനും കുളമായിട്ട് കിടക്കുക, അതൊക്കെ ക്ലീൻ ചെയ്യാൻ പോവുക അവള് എന്നിങ്ങനെ പറയും. എങ്കിൽ ഞാൻ വന്ന് നിന്നെ ഹെൽപ്പ് ചെയ്യട്ടെ എന്ന് ഹേജും ചോദിക്കുമ്പോ ഇല്ല നിങ്ങൾ വീട്ടിലേക്ക് ചെല്ലേ, 10 വർഷത്തിന് ശേഷം കാണുമല്ലേ, സംസാരിക്കാൻ കുറെ കാണുമല്ലോ. അങ്ങനെ അവരും അങ്ങ് പോവും. അപ്പോഴാണ് നമ്മുടെ സൻഹയും പറയുന്നത് ഞാൻ കാറുമായിട്ടാ വന്നത്, ഞാൻ നിന്നെ വേണമെങ്കിൽ അവിടേക്ക് ഡ്രോപ്പ് ചെയ്യാമെന്ന്. അതിനൊന്നും ആവശ്യമില്ല, നീ ഇത്രയും ദൂരം ഡ്രൈവ് ചെയ്ത് വന്നല്ലേ, പോയി റെസ്റ്റ് എടുക്ക്, ഞാനൊരു ടാക്സി പിടിച്ച് പോയിക്കോളാം എന്നിങ്ങനെ അവളും പറഞ്ഞ് അവിടുന്ന് അങ്ങ് പോന്ന്. ഇത്ര മാത്രം പറഞ്ഞു പോയതില് ഒരു സങ്കടം ഉണ്ട് അവന്. ഇപ്പൊ അവളും തിരിച്ച് ബേക്കറിയിൽ എത്തുമ്പോഴാണ് നമ്മുടെ ദാൽ അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരുന്നത്. നീ ഓക്കെ ഇല്ലേ എന്നിങ്ങനെ ചോദിച്ച് ഇവർ രണ്ടുപേരും അകത്തേക്ക് പോന്ന്. ഇപ്പൊ അവിടെ എല്ലാം ക്ലീൻ ചെയ്തോണ്ടിരിക്കുമ്പോ നമ്മുടെ ജുവോൺ അവളോട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എന്തോടി നിനക്ക് സന്തോഷമുണ്ടോ, 10 വർഷങ്ങൾക്ക് ശേഷം നിന്റെ ഫസ്റ്റ് ലവ് തിരിച്ചെത്തിയിരിക്കല്ലേ. ഇതും കേട്ടിട്ട് ഞാനെന്തിനാ സന്തോഷിക്കുന്നത്, അതൊക്കെ അങ്ങ് പണ്ടത്തെ കാര്യമല്ലേ, എനിക്ക് അവന്റെ മുഖം പോലും ഓർമ്മയില്ല എന്നിങ്ങനെ പറയാണ്. നീ എന്തായാലും വീട്ടിലേക്ക് ചെല്ലേ, ഇതൊക്കെ ഞാൻ നോക്കോളാം, 10 വർഷങ്ങൾക്ക് ശേഷം നിന്റെ ചേട്ടന്മാരെത്തിയിരിക്കല്ലേ, അപ്പൊ ഒരു കരച്ചിലോട് കൂടിയിട്ടുള്ള റീയൂണിയനുള്ള സാധ്യത ഉണ്ടല്ലോ. അതിനൊന്നും ആവശ്യമില്ല എന്ന് പറയുമ്പോ എന്താ നിനക്ക് അങ്ങോട്ട് പോകുന്ന ഇഷ്ടമല്ലേ എന്നിങ്ങനെ ചോദിക്കാണ്. അങ്ങനെ ഇഷ്ടമില്ലായെന്നില്ല, 10 വർഷങ്ങൾക്ക് ശേഷം കാണുന്നതുകൊണ്ടായിരിക്കാം എനിക്കെന്തോ അവരെ കാണുമ്പോ സ്ട്രേഞ്ചേഴ്സിനെ പോലെയാണ് തോന്നുന്നത്. അവരെ വരുമ്പോ ഞാൻ സന്തോഷിക്കും എന്ന് കരുതിയ അത്രമാത്രം സന്തോഷമൊന്നും എനിക്കില്ല. അത് മാത്രമല്ല അവരുടെ സ്മെല്ല് പോലും ഇപ്പൊ മാറിപ്പോയിരിക്കുകയാണെന്ന് പറയുമ്പോ എന്തോടി നീ ഡോഗ് വല്ലാണോ സ്മെല്ല് ചെയ്യാൻ എന്നിങ്ങനെ പറഞ്ഞ് അവളെയും കളയാക്കുന്നു. ഇപ്പൊ നമ്മുടെ ഹേജിൻ അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം അവന്റെ റൂമിലേക്ക് എത്തുമ്പോ അത് പഴയതുപോലെ തന്നെ കിടക്കുന്ന കണ്ട് അവന് സന്തോഷിക്കുന്നു. നമ്മുടെ സൻഹയും അവന്റെ റൂം ചെന്ന് നോക്കുമ്പോ അവൻ എങ്ങനെയാണോ വെച്ചിട്ട് പോയ അതേപോലെ തന്നെ കിടക്കുന്നുണ്ട് അവന് സന്തോഷിക്കും. അപ്പോഴാണ് അവന്റെ അച്ഛനും വന്നിട്ട് പറയുന്നത് ഇതെല്ലാം അങ്കിളിന്റെ പണിയാ, ആരും ഈ റൂമിലേക്ക് കയറാനും വേണ്ടിട്ട് അയാൾ സമ്മതിക്കത്തില്ല എന്നിങ്ങനെ പറയാണ്. ഇപ്പൊ നമ്മുടെ ദാലി ഇവര് റിലേറ്റീവ്സ് ആയിട്ട് കാണാൻ ഇങ്ങനെ പറഞ്ഞ് ആലോചിച്ച് നമ്മുടെ ജുവോണും വീട്ടിലെത്തുന്നു. അങ്ങനെ ഇവർ 5 പേരും വർഷങ്ങൾക്ക് ശേഷം ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കുകയാണ്. രണ്ടച്ഛന്മാരും ഭയങ്കര ഹാപ്പിയാണ്. നമ്മുടെ ജുവോന്റെ അച്ഛനും സൻഹയെ കണ്ടിട്ട് നിന്നെ കണ്ടു കഴിഞ്ഞാൽ ഇപ്പൊ നല്ല മെച്ചൂർ ആയിട്ടുണ്ട്, നീ ആരെങ്കിലും ഡേറ്റ് ചെയ്യുന്നുണ്ടോ എന്നിങ്ങനെ ചോദിക്കുമ്പോ ഇതുവരെ ഇല്ല എന്നിങ്ങനെ അവനും പറയാണ്. എന്നിട്ട് അവനും ഇങ്ങനെ ജുവോൺ
ജൂണിനെ നോക്കും. അപ്പോഴാണ് അവളും അവന് മൈൻഡ് ചെയ്യാതിരിക്കുന്നത്. ഇപ്പൊ ഇവർക്ക് ഡ്രിങ്ക്സ് അടിക്കാനും വേണ്ടിട്ട് നമ്മുടെ ഹേജിനും ഗ്ലാസ് ഒക്കെ എടുത്തോണ്ട് വരും. പക്ഷെ എനിക്കുള്ള ഗ്ലാസ് എന്ത് ചെയ്യുന്നത് ജുവോട് ചോദിക്കുമ്പോഴാ എന്തോ അടി നീ ഇപ്പൊ കുടിക്കൂ. അപ്പോഴാണ് സൺഹെയിം അവക്കുള്ള ഗ്ലാസ് എടുത്തോണ്ട് വന്നിട്ട് അവളും ഇപ്പൊ വലുതായില്ലേ എന്നിങ്ങനെ പറഞ്ഞിട്ട് അവന്റെ അച്ഛന് വേണ്ടിട്ട് അവനിങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നത്. അങ്ങനെ ഇത് കണ്ടിട്ട് നമ്മുടെ ഹേജിനും അവന്റെ അച്ഛന് വേണ്ടിട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. അങ്ങനെ ഇവരെല്ലാരും ഡ്രിങ്ക്സ് ഒക്കെ അടിച്ച് സന്തോഷത്തിരിക്കുകയാണ്. അങ്ങനെ ഡിന്നർ കഴിച്ച ശേഷം നമ്മുടെ ജുവോൺ അവളുടെ റൂമിലിരിക്കുമ്പോഴാണ് ദാല് വിളിക്കുന്നത്. എങ്ങനെയുണ്ട് അവിടെ കാര്യങ്ങളൊക്കെ? അവരെപ്പോഴാ പോകുന്നതിന് മുന്നേ നിന്റെ ബേക്കറിയിലേക്ക് വരാനും വേണ്ടിട്ട് ഇൻവൈറ്റ് ചെയ്യണം. ഇത് കേട്ടിട്ട് നമ്മുടെ ജുവോണും ചോദിക്കുന്നത് നീയല്ലേ പറഞ്ഞു നിനക്ക് അവന്റെ ഫേസ് പോലും ഓർമ്മയില്ലെന്ന്. ഇപ്പൊ എന്തൊറ്റി ഇങ്ങനൊക്കെ പറയുന്നത് എന്നിങ്ങനെ പറയുമ്പോ ഓ ഞാൻ ജസ്റ്റ് ക്യൂരിയോസിറ്റി കൊണ്ട് ചോദിച്ചാണേ എന്നിങ്ങനെ പറഞ്ഞിട്ട് നമ്മുടെ ജുവോണും ഇപ്പൊ പുറത്തിറങ്ങുന്നത്. ഇവരെപ്പോഴാ തിരിച്ചു പോകുന്നതെന്ന് അറിയാനും വേണ്ടിയിട്ടാണ് നമ്മുടെ ജുവോൺ വരുന്നത്. അപ്പോഴാണ് ഇവര് 4 പേരും ഇരുന്ന് സംസാരിക്കുന്നത്. ഇവര് രണ്ടുപേരും ഇനി തിരിച്ചു പോകുന്നില്ല എന്നുള്ള വിവരം. ഇത് കേട്ട് അച്ഛന്മാർ രണ്ടുപേരും നല്ല സന്തോഷത്തിരിക്കുന്നു. ജുവോന്റെ അച്ഛനും അവളെ നോക്കിട്ട് പറയുന്ന അപ്പൊ ഇനി മുതലുള്ള എന്റെ മോളുടെ ബർത്ത്ഡേ അടിപൊളിയായിട്ട് ആഘോഷിക്കാമല്ലോ ഇവരുടെ കൂടെ. ഇത് കേട്ട് അങ്ങനെ ആഘോഷിക്കുന്ന ആരാ പറഞ്ഞേ എന്നിങ്ങനെ നമ്മുടെ ജുവോണും പറയുന്നത്. ഇവരുടെ ഇങ്ങനത്തെ റിയാക്ഷൻ കണ്ട് ഇവര് 4 പേരും അവളെ നോക്കിക്കൊണ്ടിരിക്കുന്നത് കാണിച്ചുകൊണ്ട് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുകയാണ്. ഈ എപ്പിസോഡില് ഏത് രംഗമാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് മറക്കാതെ കമന്റ് ചെയ്യണം. അപ്പൊ നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം. ബൈ, താങ്ക് യു.